എനിക്ക് പരിചയമുള്ള ഒരുപാട് ഫാമിലി മകളുടെ കല്യാണം നടത്തി പിന്നെ അതിന് കടം തീർക്കാൻ വേണ്ടി സ്ഥലവും വീടും വിറ്റ ഒരുപാട് പേര് എനിക്കറിയാം. പിന്നെ ഇപ്പോഴും ഒരു വാടകയ്ക്ക് കൊടുക്കും, എന്നാൽ മകൾക്ക് അത് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒന്നും ആയിട്ടുമില്ല. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് പ്രചോദനമാവട്ടെ. ഇതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ലോണം ഒരുങ്ങി നല്ല വലിയൊരു വെഡിങ് നടത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് നല്ലതാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡ്രീമാണ് അങ്ങനെയെങ്കിൽ അതവർ ചെയ്തോട്ടെ, പ്രശ്നമില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്നാണെങ്കിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ നമ്മൾ 10 എണ്ണം വാങ്ങിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും 10 വേണോ, നമുക്കതൊരു 5ലേക്ക് ചുരുക്കിയാലോ. പക്ഷെ വേറൊരാൾ മേടിച്ചു തരുന്നതാകുമ്പോൾ നമ്മൾ പറയും 15 പോരട്ടെ എന്ന് നമ്മൾ പറയും. അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പം നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആഘോഷിച്ചോ, അതിന് യാതൊരു തെറ്റുമില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹോട്ടലിലും ഏത് വലിയ മൈതാനത്തും നിങ്ങൾ ആഘോഷിച്ചോ പ്രശ്നമില്ല. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരാളുടെ അധ്വാനം, അയാളുടെ ആ ഒരു അധ്വാനത്തിന് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ സ്വയമേ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ബ്യൂട്ടി ഉണ്ട്. മറ്റുള്ളവർ നമുക്ക് തരുന്നൊരു മതിപ്പും അത് വലുതായിരിക്കും. അത് മാത്രമല്ല കേട്ടോ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിലും നോർമലായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് ഇന്നത്തെ ഒരു ഇതിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് തന്നെ എത്തിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഓരോ രൂപയുടെയും വാല്യൂ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട, അത് ആവശ്യമോ അനാവശ്യമോ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ സ്റ്റിൽ ഞങ്ങളുടെ ഒരു ഇതിൽ അങ്ങനെ അധികം സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളൊരു ഡിസിഷൻ ഞങ്ങൾ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് പോകുന്നത്. ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമാവട്ടെ. നമുക്ക് 10 മിനിറ്റ് വളരെ സീരിയസ് ഡിസ്കഷൻ. ഗ്രേസിന് വേണ്ടി ഏതെങ്കിലും ട്യൂൺ കമ്പോസ് ചെയ്യണം ഇത്ര വർഷത്തിനാണ്. ഇല്ല, ഇത് മറ്റേ ഇത് പറയത്തില്ലേ, സ്ത്രീകൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് ചെയ്യുന്ന ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലത്തെ കുട്ടികൾക്ക്, വീട്ടിലത്തെ ഒരു മനുഷ്യനോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കത്തില്ലെന്ന് പറയും. അതെല്ലാം പുറത്ത് പോയാൽ സ്റ്റിച്ച് ചെയ്യണം ഡ്രസ്സ്. അതുപോലെ തന്നെ വീട്ടിലൊരു കമ്പോസർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ആർക്കൊന്നും എല്ലാം പുറത്തായിരിക്കും. നമ്മൾ പൈസ കൊടുക്കത്തില്ലല്ലോ. സർപ്രൈസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. അല്ല ചേട്ടാ, അതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മള് ഞാനൊരു ഫ്രീലാൻസ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ ഒരു കമ്പോസറിന് വേണ്ടിയിട്ടില്ല, പലർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പല പ്രോജക്ട്സിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഒരു ഫ്രീ ടൈം കിട്ടിയാലും നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ എന്നാ ഇവർക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യാന്ന് നമുക്ക് തോന്നണ്ടേ. ഇതല്ല, ഇത് നമുക്ക് അവിടെ നല്ല പ്രഷറാണ്. ഇന്ന പടം ഇന്ന ദിവസം റിലീസാണ്, അപ്പൊ ഇതിന് മുന്നേ നമ്മുടെ സ്കോർ തീരണം, അല്ലെങ്കിൽ പാട്ട് അടുത്ത ദിവസം ഷൂട്ടാണ്, അപ്പൊ ഇതിന് മുന്നേ പാട്ട് തീരണം എന്നുള്ളൊരു ഇതിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സംഭവത്തിനൊന്നും ഒരു സമയം കിട്ടില്ല. ഇപ്പൊ നമ്മള് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവാന്ന് വിചാരിച്ചു, ജസ്റ്റ് ഇവിടെ എടപ്പള്ളി വരെ പോകുന്ന സമയത്ത് ഒരു പാട്ടിട്ടു, ഇവരെയും പാട്ട് ഓഫ് ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ ഇനി ഡ്രൈവ് ചെയ്യുമല്ലേ പാട്ട് കേൾക്കാം. എബി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പാട്ട് കേട്ട് 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 ഇങ്ങനെ ഫുൾ ടൈം ഹെഡ്ഫോൺ വെച്ചിട്ട് ഈ ഇത് തന്നെയല്ലേ, ഈ പാട്ടിൽ തന്നെയല്ലേ ഇരിക്കണേ. അതുകൊണ്ട് ഇച്ചിരി സമയം ഇത്തിരി സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ സൗണ്ട് കേൾക്കാതിരിക്കണം. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ മാക്സിമം പാട്ട് വെക്കില്ല, കാരണം അന്നേരമാണ് നമ്മൾ പാട്ടില്ലാതെ ഇരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഹോംവർക്ക് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ കേട്ടായിരിക്കും വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും. അപ്പൊ എന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കൂടെ ആയതുകൊണ്ട് ആ ഡ്രൈവ് ഫുള്ളി എൻജോയ് ചെയ്യാൻ എനിക്ക് പാട്ട് വേണമെന്ന് നിർബന്ധമില്ല. അപ്പം പിന്നെ അന്നേരമാണ് ചെവിക്ക് ഒരു ശകലം റെസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെയായിട്ട് വർത്താനം പറഞ്ഞ ഇങ്ങരുടെ കഥകളൊക്കെ കേട്ടിരിക്കുമ്പോ അതല്ലേ ഏറ്റവും രസം, പാട്ടിനെ കഴിഞ്ഞും രസം. പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അത് ഗ്രേസൊക്കെ വീണു. വീട്ടിലിങ്ങനെ പിടിക്കുന്നതിന് മുന്നേക്കെ വീട്ടുകാർ അറിയാതെ പോയൊരു ഒരു ഡ്രൈവ് അല്ലെങ്കിൽ യാത്രയൊക്കെ ഉണ്ടോ? ലുലു മോൾ. എവിടെ പോയാലും എന്ത് ചെയ്യണം? ലുലു മോൾ. എന്ത് പോയാലും ലുലു മോൾ. ഇത് തന്നെ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നും പോയില്ല, ഇത് തന്നെ. അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞാൽ തന്നെ സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഗ്രേസ് ഫ്രീ ആകുമ്പോൾ ഞാൻ ഫ്രീ ആയിരിക്കില്ല, ഞാൻ ഫ്രീ ആകുമ്പോൾ ഗ്രേസ് ഫ്രീ ആയിരിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടൊന്ന് പെട്ടെന്ന് ഒന്ന് പുറത്തിറങ്ങാന്നൊക്കെ പറയുന്നത് ഞങ്ങൾ മിക്കവാറും ലുലുവിൽ പോയി ഒരു സിനിമ കാണും. ഇപ്പൊ ഫോർമോൾ ആയപ്പോ ഫോർമോളിൽ പോയിട്ട് സിനിമ കാണും. സിനിമ കാണാൻ മെയിനെ പോകണം കേട്ടോ. സിനിമ കാണാൻ പോകും, സിനിമ കാണും. അപ്പൊ എബി കിട്ടുന്ന ഒരു ദിവസമാണെങ്കിൽ നമ്മൾ അടുപ്പിച്ചൊരു 2-3 സിനിമ കണ്ടിട്ടെങ്കിൽ പോരും. ഒരു ദിവസം തന്നെ 2-3 സിനിമ തിരക്കുകൾ ഇതിലും കൂടുതലായിട്ട്. ഗ്രേസിന്റെ സിനിമകള്, ഗ്രേസിന്റെ കരിയർ നോക്കി കഴിയുമ്പം മുകളിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഗ്രേസിന്റെ കരിയറിൽ സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ അബിയുടെ ഒരു പങ്കുണ്ടോ? ഗ്രേസ് എന്നോട് എപ്പോഴും സ്ക്രിപ്റ്റ് വായിക്കാൻ പറയും. പക്ഷെ എനിക്ക് സ്ക്രിപ്റ്റ് വായനയിൽ ഞാൻ ഇത്തിരി മടി ഉള്ളത് കൊണ്ട് എന്നാൽ ഒരു 1 ലൈനൊക്കെ എന്നോട് പറയാന്ന് പറയും.
അപ്പോൾ അങ്ങനെ പറയുമ്പം എന്താ പറയുന്നത്, പെട്ടെന്ന് എനിക്ക് കേൾക്കുമ്പോൾ കൊള്ളാലോ എന്ന് തോന്നുന്നതാണെങ്കിൽ ഞാൻ പറയാം ഇത് അടിപൊളി. അതല്ല ഇത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അടിപൊളി എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷേ അൾട്ടിമേറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഗ്രേസിൻ്റെ തന്നെയാണ്. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ മൂവി ഗ്രേസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി ഗ്രേസ് കമ്മിറ്റ് ചെയ്യാതിരുന്നിട്ടുമുണ്ട്. 2 രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു ജസ്റ്റ് ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ ജസ്റ്റ് അങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ആക്ച്വലി നമ്മളിങ്ങനെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ശരിയായെന്ന് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില തുടക്ക സമയത്തൊക്കെ അമ്മ എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു. അപ്പം പുറമേ നിന്ന് ഒരു സിനിമയെ അറിയാത്ത ഒരാളുടെ ഒരു ഇതും കൂടെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ അമ്മയ്ക്ക് വായിക്കാൻ സമയമില്ലാണ്ടായപ്പോൾ അമ്മ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല ഈ പണി, നീ ശമ്പളം തന്നാൽ ഞാൻ ചെയ്യാം എന്ന് പറയും. ഇപ്പം എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ആ സിനിമയെ 1 ലൈനാക്കി എബിയോട് പറയുമ്പോൾ ഞാൻ ആ സിനിമയെ വീണ്ടും കുറച്ചും കൂടെ ഇൻഡെപ്തിലിരിക്കുവാണല്ലോ ഞാൻ ഫുള്ളി സിനിമ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആ സിനിമയെ കാണാനും അറിയാനും പറയാനും പറ്റുന്നുണ്ട്. അത് ആ വിഷൻ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അയാൾക്ക് വായിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എഴുതുന്ന പരിപാടിയൊക്കെ എബി ഇരുന്ന് വായിക്കും. അതല്ലാത്ത സംഭവങ്ങളൊക്കെ എബി എപ്പോഴും ഞാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഡിസിഷനാണ് വരുന്നത്. അത് എബിയുടെ ജോലിയിലും എബി അങ്ങനെ തന്നെ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ഗ്രേസ് ആന്റണിക്ക് 2 വഴിയുണ്ട്. അത് യൂസർ നെയിം എന്തോ കിട്ടാണ്ട് വന്നപ്പോൾ ന്യൂമറോളജി നോക്കിയിട്ട് മാറ്റിയാണോ? അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്കില്ല. നിങ്ങൾ രണ്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണ് ദൈവം എന്ന് പറയുമ്പോൾ എനർജിയിലാണോ വിശ്വസിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി ഇത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ആർക്കും ഒരു ദ്രോഹമോ അവർക്കൊരു ശല്യമോ ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ നമ്മുടെ പ്രവൃത്തി നന്നായിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എബിയുടെ വിശ്വാസം എങ്ങനെയാണെന്നുള്ളത് എബിയോട് ചോദിക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ദൈവവിശ്വാസം ഉണ്ട്, നമ്മുടെ മാതാപിതാക്കൾ പകർന്നു വന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതും നമുക്കുണ്ട്. പക്ഷെ എന്നാൽ അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പം ഞാൻ ചർച്ചിൽ പോകുന്നുണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, അത് എബി തന്നെ ചെയ്യണം, അങ്ങനെയൊന്നുമുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. എബിക്കും അങ്ങനെ തന്നെ ഇല്ല. അപ്പോൾ അമ്മ എപ്പോഴും പറഞ്ഞു നിനക്ക് പറ്റിയ ആളെയാണ് കൂടെ കിട്ടിയിരിക്കുന്നത്. ഇല്ല, അത് ഒരു പോസിറ്റീവ് ശക്തി ഉണ്ട് എന്തായാലും. അത് നമ്മൾ ഇപ്പം ജനിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്നൊരു വിശ്വാസമുണ്ട്. അതിലുപരി ഇതെല്ലാം ഒരു വലിയൊരു പോസിറ്റീവ് എന്തോ ഒരു നല്ല ഒരു എനർജിയുടെ കീഴിലാണെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടമാണ്. അതിന് ഒരു പർട്ടിക്കുലർ റിലീജിയൻ എന്നുള്ളതല്ല, എല്ലാം ഒരു നല്ല എനർജിയിൽ കൂടെ പോകുന്നു. ആ ഒരു നല്ല എനർജിയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ചില ആൾക്കാർ പറയും പ്രണയം പൈങ്കിളിയാണെന്ന് പറയും, ചില ആൾക്കാർ പറയും പ്രണയം തിരിച്ചറിവാണെന്ന് പറയും. എന്തായിരിക്കും അഭിപ്രായം? രണ്ടുമാണ്. മോർ ദാൻ ദാറ്റ് പ്രണയം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓഫ് കോഴ്സ്. അതെ അതെ അതെ. അല്ല, അതോടൊപ്പം തന്നെ തിരിച്ചറിവാണ്. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ലാത്തത്, അത് ലൈഫ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വഭാവം റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗമായിരിക്കാം. അതിലെല്ലാം ഒരു പ്രണയം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി. എബി തുടക്കത്തിൽ പരിചയപ്പെടുന്ന സമയത്ത് എബി ഭയങ്കര ചൂടനായിരുന്നു. ചൂടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തൊട്ടാ പൊട്ടുന്ന ഒരു മനുഷ്യനൊന്നുമല്ല, പക്ഷെ എന്നാലും സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇയാൾ എന്ത് മനുഷ്യനാ എന്ന് തോന്നുന്ന ഒരാളായിരുന്നു. അതിൽ നിന്നും ഇപ്പൊ ഒരു മാടപ്രാവിന്റെ ഹൃദയം പോലെ ആക്കിയെടുത്തതല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല, എനിക്ക് വേണ്ടി അങ്ങനെ ആക്കിയിടുന്നു ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മള് ഇപ്പൊ നമ്മുടെ നോർമലി നമ്മുടെ അപ്പനും അമ്മയൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ പറയത്തില്ലേ, ഇവന്റെ കൂടെ പോരുത്, അവന്റെ കൂടെ കൂടിപ്പോയി നീ അവനെ പോലെ ആയിപ്പോ, അവന്റെ കൂട്ട് ശരിയല്ല എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ പോലെയൊക്കെ ചിലപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം എബിയുടെ നല്ല കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കുറച്ച് നല്ല കാര്യങ്ങൾ എബീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രമേ ഞാൻ പറയത്തുള്ളൂ. മോശം കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ പറയരുത് ആരടുത്തും. പക്ഷെ എന്തായാലും ഞാൻ ആസ് എ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കുറേ തിരിച്ചറിവ് കിട്ടിയത് എനിക്ക് മുന്നേ കാണാൻ ഒരാളുണ്ടായിരുന്നുള്ളൂ, അത് എബിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രൊഫഷൻ വൈസ് ആണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ആരുമില്ല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു സജഷൻ ചോദിക്കാനോ ഞാൻ എന്ത് ചെയ്യണം, അവിടെ പോയാൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇവരോട് എങ്ങനെ ഞാൻ സംസാരിക്കണം എന്നൊക്കെ എനിക്ക് ചോദിക്കാൻ ഇവ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞുതരും, ഇന്ന സീനിയേഴ്സ് ആണെങ്കിൽ അവരോട് ഇങ്ങനെ സംസാരിക്കണം, ഇന്ന ആൾക്കാരോടാണെങ്കിൽ അവരോട് ഇന്ന കാര്യം പറഞ്ഞിട്ട് പോരണം എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും വളരെ ഈസി ആയിരുന്നു. എനിക്ക് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പല ഇഷ്യൂസൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോയതൊക്കെ
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എബി ഇല്ലാതെ ഞാൻ എന്ത് ചെയ്താനേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എബി ഇമോഷണലായി. അങ്ങനെയൊന്നും തളരില്ല. അല്ല എബി എങ്ങനെ മാറിയേ? മറന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു ജോലിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുറിക്കുള്ളിൽ എപ്പോഴും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന മെഷീൻസ് ആയിട്ട് മാത്രമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇല്ലാതെ വരുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു സോഷ്യൽ ആൻസൈറ്റിയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നകത്തുനിന്ന് പലപ്പോഴും നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു മാസ്ക് ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് പറഞ്ഞ പോലെ എനിക്ക് എന്താ പറയുന്നത് എൻ്റെ ഒരു വർക്കിൽ നിന്ന് മാറി അങ്ങോട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു ആവശ്യമില്ലാതെ സമയം പോകുന്നു എന്നൊക്കെ ഉള്ളൊരു ഫീൽ, എന്തൊക്കെയോ ഒരു വല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഗ്രേസുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് തുടങ്ങി സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇങ്ങനെയും ഒരു ലൈഫ് ഉണ്ട്, ഇങ്ങനെ നമുക്ക് ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സംസാരിക്കാം, മനുഷ്യന്മാരുണ്ട്. അതെ അതെ അതെ, ഇങ്ങനെ ഒരു സൈഡ് ഓഫ് എന്താ പറയുന്ന ലൈഫ് ഉണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയ്യോ അപ്പൊ ഞാൻ ഇത്ര നാളും എന്തായിരുന്നു ഇങ്ങനെ എന്നുള്ളൊരു തന്നെ മനസ്സിൽ തോന്നിയതുകൊണ്ടായിരിക്കാം, റിയലൈസേഷൻ ആയിരിക്കാം. പിന്നെ ഞാനത് എന്താ പറയുന്നത് അപ്പം ഇങ്ങനോടുള്ള ഒരു ഇടപെടൽ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് മാറ്റം ഉണ്ടായതായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങേരെന്ന് വിളിക്കുന്നത് ഒരു കോട്ടയം സൈഡിൽ ഇങ്ങേരെന്നാട്ടോ പറയണേ, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തന്നെ ആ ഒരു മാറ്റം ഫീൽ ചെയ്ത് തുടങ്ങി സത്യം പറഞ്ഞാൽ. അപ്പൊ എന്ന് വെച്ചാൽ ഗ്രേസിന്റെ ഒരു ഫൺ സൈഡ് പതുക്കെ എന്നിലോട്ടും കൂടെ സ്പ്രെഡ് ആവാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. നമ്മളൊരു വൈറസ് കോട്ടയം അച്ചായന്മാരുടെ എന്തെങ്കിലും തനി ഗുണങ്ങളൊക്കെ ഉണ്ടോ അവർക്ക്? ക്ഷമ, ഐ മീൻ അവിടെ ആൾക്കാർക്ക് കുറച്ച് ക്ഷമയുണ്ട്. അത് ഏത് കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പ് കൃഷി അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ, അതായത് ചെറുതിൽ നിന്നിട്ട് വലുതാവണ വരെ അവർക്ക് ഭയങ്കര ഒരു കാത്തിരിപ്പ് ഭയങ്കര ക്ഷമയുള്ള കാര്യമാണ്. എനിക്ക് അത് ആ ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, പലതരം ടേസ്റ്റ് കഴിക്കുക. ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ബീഫ് ലവറാണ്. എന്നെ കുഴിമന്തി കടിച്ചു വിളിച്ചാ പോകുന്ന പോലെ വിളിച്ചാ വഴി പോകും. എറണാകുളത്തേക്ക് മാറിയത് കൊണ്ടാണോ സംസാരമൊക്കെ നോർമലി കോട്ടയം സ്ലാങ് അല്ലാതെ മാറിയത്? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കോട്ടയം ഇത് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഇന്ററാക്ട് ചെയ്യുന്നത് ഇപ്പം എറണാകുളംകാരുണ്ട്, തൃശ്ശൂരുന്നുണ്ട്, കോഴിക്കോട്, എല്ലാവരുമായിട്ട് അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പം ഇത്രയും വർഷമായില്ലേ അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വരും. വീട്ടിലൊക്കെ ചിലപ്പോ അപ്പനോടും അമ്മയൊക്കെ സംസാരിക്കുമ്പം അത് അറിയാതെ വരും. ഇത് കൂട്ട് അത് കൂട്ട് എന്നാ ഓ അത് എന്നാത്തിനാന്നേ അതൊക്കെ വരും.